നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഈ സാമ്പത്തിക വർഷം, അതായത് 2021 ഏപ്രിൽ മുതൽ GSTക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് 50 കോടി രൂപയ്ക്ക് മുകളിൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾ ഇ ഇൻവോയ്സിങ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കും കൂടി ഇ ഇൻവോയ്സിങ് മാൻഡേറ്ററി ആക്കി. അപ്പോൾ തീർച്ചയായിട്ടും ഇ ഇൻവോയ്സിങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ B2B ഇൻവോയ്സസുകൾ ഗവൺമെൻറ് നിർദ്ദേശിച്ച പോർട്ടലുകളിലേക്ക് അപ്ലോഡ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് കിട്ടുന്ന റെഫറൻസ് നമ്പറും QR കോഡും ബില്ലിൽ പ്രിൻ്റ് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബില്ല് മാത്രമാണ് വാലിഡ് ആവുന്നത്. അപ്പോൾ റിയൽ ടൈം ആയിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നിന്നോ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന B2B ബില്ല് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻവോയ്സിംഗ് കൊണ്ട് ബിസിനസ്സുകൾക്ക് സംഭവിക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ്. എന്ത് ഇമ്പാക്റ്റാണ്, അല്ലെങ്കിൽ ബിസിനസ്സുകാർ എന്ത് കാര്യങ്ങൾക്കാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻവോയ്സിങ്ങിൻ്റെ ടെക്നോളജി, ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അത് മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും ഇൻവോയ്സിംഗ് കൊണ്ടുള്ള ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ നമുക്ക് ആദ്യം വളരെ പെട്ടെന്ന് ഇൻവോയ്സിങ്ങിൻ്റെ ടെക്നോളജി എന്താണ്, എന്ത് തരത്തിലുള്ള മാറ്റമാണ് മറ്റ് സാധാരണ സിസ്റ്റത്തിൽ നിന്നൂടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ടെക്നോളജി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ഇൻവോയ്സിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. സോ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഒരു ബിസിനസ്സുകാരൻ അയാളുടെ കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയറിൽ നിന്ന് ഒരു ബില്ല് ജനറേറ്റ് ചെയ്ത് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഇ ഇൻവോയ്സ് പോർട്ടലിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ എന്നൊക്കെ വിളിക്കാം, അത് ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് GST സുവിധാ പ്രൊവൈഡർ എന്ന് പറയുന്നത്. 34ഓളം കമ്പനികൾ GST സുവിധാ പ്രൊവൈഡറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിലേത് GST സുവിധാ പ്രൊവൈഡറുടെ സർവീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. സോ ഒരു ബില്ല് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ആദ്യപടി GST സുവിധാ പ്രൊവൈഡറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. GST സുവിധാ പ്രൊവൈഡറാണ് അത് ഇൻവോയ്സ് പോർട്ടലിലേക്ക് ബില്ല് എത്തിക്കുന്നത്. സോ ഒരു ബില്ല് നമ്മൾ ജനറേറ്റ് ചെയ്ത് GST സുവിധാ പ്രൊവൈഡറിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത ബില്ലുകൾ എങ്ങോട്ട് എത്തും? ഈ പറഞ്ഞിട്ടുള്ള IRP ഇൻവോയ്സ് രജിസ്ട്രേഷൻ പോർട്ടൽ അല്ലെങ്കിൽ ഇ ഇൻവോയ്സ് പോർട്ടലിലേക്ക് എത്തും. ഇപ്പോൾ ഈ ഇൻവോയ്സ് പോർട്ടലിലേക്ക് ഒരു ബില്ല് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻവോയ്സ് പോർട്ടൽ അതിനെ വാലിഡേറ്റ് ചെയ്യാൻ തുടങ്ങും. കറക്റ്റായിട്ടുള്ള ഇൻവോയ്സസിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ടോ, പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിലാണോ, എന്തൊക്കെ വിവരങ്ങളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇൻവോയ്സ് നമ്പറിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഇൻവോയ്സിങ്ങിനും മറ്റ് സ്റ്റാറ്റ്യൂട്ടറി പാർട്ടുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം ആ ബില്ലിലെ കണ്ടന്റ് അനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള പോർട്ടലിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ ഇൻവോയ്സ് പോർട്ടലിനുണ്ട്. ഈ ഇൻവോയ്സിങ്ങിൻ്റെ കേസിൽ GSTനിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇ വേ ബില്ല് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇ വേ ബില്ലിൻ്റെ പോർട്ടലിലേക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും. ഭാവിയിൽ മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഇൻകം ടാക്സുമായിട്ടുള്ള മറ്റ് പോർട്ടലുകളിലേക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനവും തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട്. സോ ഈ ഇൻവോയ്സിൻ്റെ കേസിൽ ഈ ഇൻവോയ്സ് പോർട്ടലിലേക്ക് എത്തിയ ഡേറ്റ GSTനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. GSTN അതവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ സ്റ്റോർ ചെയ്ത് വെച്ച ഡേറ്റയെ ബേസ് ചെയ്തിട്ട് ഒരു IRN ഇൻവോയ്സ് റെഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്യും. പറഞ്ഞാൽ ആ ഡേറ്റ അവിടെ എത്തി എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ഒരു റെഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്യും. അതിനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു QR കോഡും ജനറേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇൻവോയ്സ് പോർട്ടലിലേക്ക് ആ ഡേറ്റ എത്തിക്കും. ഈ ഇൻവോയ്സ് പോർട്ടലിൽ നിന്നത് GST സുവിധാ പ്രൊവൈഡർ വഴി നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് എത്തും. നമുക്കതവിടുന്ന് പ്രിൻ്റ് ചെയ്തെടുത്ത് നമ്മളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാവുന്നതാണ്. സോ ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ടെക്നോളജി. 4ഓളം സോഫ്റ്റ്വെയറുകൾ പരസ്പരം ഡേറ്റ കൈമാറ്റം ചെയ്യുന്ന വലിയൊരു പ്രോസസ്സാണ് ഈ ഇൻവോയ്സ് സംവിധാനം. അപ്പോൾ ഇതിൻ്റെ ഈ ഇൻവോയ്സ് സംവിധാനം കാര്യക്ഷമമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അത്രയും സ്പീഡിൽ ഡേറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ പറഞ്ഞ സംവിധാനങ്ങൾക്കെല്ലാം വേണം. അപ്പോൾ അതാണ് അതിൻ്റെ ടെക്നോളജിയുടെ പ്രത്യേകത. നമുക്കൊരു ഇൻവോയ്സ് എടുക്കാൻ 1 മിനിറ്റ് എടുക്കുമെങ്കിൽ തന്നെ നിങ്ങളതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ചൊന്ന് ആലോചിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഡേറ്റ പ്രോസസ്സ് ഈ പറഞ്ഞ 4 സോഫ്റ്റ്വെയറിലൂടെ ഡേറ്റ കയറി ഇറങ്ങി തിരിച്ച് നമ്മൾ ഒറിജിനേറ്റ് ചെയ്ത സോഴ്സിലേക്ക് തന്നെ ഡേറ്റ എത്തണം. അപ്പോൾ അത്രയും സ്പീഡിൽ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നൊരു ടെക്നോളജി തന്നെയാണ് ഈ ഇൻവോയ്സിങ്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക്
ഇതെങ്ങനെയാണ്, എത്തരത്തിലാണ് ബിസിനസ്സുകാരെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഓൾട്രേഷൻസ് തന്നെയാണ്. അവരുടെ സോഫ്റ്റ്വെയറുകൾ, അവരിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയറിൽ പ്രധാനമായിട്ടും മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ എന്തൊക്കെ കഴിവുകളാണ്, എന്തൊക്കെ കേപ്പബിലിറ്റീസാണ് ഒരു സോഫ്റ്റ്വെയറിൽ അത്യാവശ്യമായിട്ട് ഇൻവോയ്സ് ചെയ്യാൻ ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇൻവോയ്സിന് ഒരു സ്കീമ അല്ലെങ്കിൽ അവരൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലാണ് ഡേറ്റ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പാകത്തിനുള്ള ഫീൽഡുകൾ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഡേറ്റ പ്രൊവൈഡ് ചെയ്യാൻ പാകത്തിനുള്ള സൗകര്യം തീർച്ചയായിട്ടും ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് കൊണ്ടുവന്നിരിക്കണം. തൽക്കാലം ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം മാറ്റങ്ങൾ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള GST ടാക്സ് ഇൻവോയ്സിന് മാൻഡേറ്ററി ആയിട്ടുള്ള സകല ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഈ ഇൻവോയ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ, ഇതെല്ലാം അടങ്ങുന്ന ഒരു സംവിധാനം ആ സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും വെറും ഒരു ബില്ലായിട്ട് മാത്രം നമുക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അവർ പറഞ്ഞ ഫോർമാറ്റിൽ തന്നെ അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങൾക്കറിയാം, ഈ ഇൻവോയ്സിങ് വളരെ പെട്ടെന്ന് ഒറ്റയടിക്ക് അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു സംവിധാനം അല്ലെന്നറിയാം. ഇൻവോയ്സിങ് ഇപ്പം B2B ഇൻവോയ്സസുകൾക്ക് മാത്രമേ ഉള്ളൂ. ലേറ്റർലി അത് B2Cക്ക് വരാം, മറ്റ് ട്രാൻസാക്ഷൻസിനൊക്കെ വരാം. ഇപ്പോൾ ഗവൺമെൻറ് 50 കോടി രൂപ വരെയുള്ള ബിസിനസ്സുകാരുടെ B2B ഇൻവോയ്സസുകളാണ് ഒരു 6 മാസം കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 3 മാസം കൂടി കഴിഞ്ഞാൽ B2B ഇൻവോയ്സസുകൾ എല്ലാ ബിസിനസ്സുകാരും ഈ ഇൻവോയ്സായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വരാം. അതിനുശേഷം B2C വരാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ട ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് B2B അല്ലെങ്കിൽ ബിസിനസ് ടു ഗവൺമെൻറ് എക്സ്പോർട്ട് ഇൻവോയ്സസുകൾ, ഈ കൊമേഴ്സ് ഓപ്പറേറ്റർ ത്രൂ ഉള്ള ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസം RCM ബാധകമായിട്ടുള്ള ട്രാൻസാക്ഷൻ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്, ഇവയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിന് ഈ പർട്ടിക്കുലർ കാറ്റഗറിയിൽപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസിനെ വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മെക്കാനിസം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടൈമിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, വളരെ സ്പീഡിൽ. ഓക്കെ, മറ്റൊരു കാര്യം സോഫ്റ്റ്വെയറിൽ വേണ്ട കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഇൻവോയ്സ് റെഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് നൽകാൻ സാധിക്കുന്ന ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഇൻവോയ്സിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് അതിൻ്റെ ഇൻവോയ്സ് റെഫറൻസ് നമ്പർ തന്നെയാണ്. അവിടെ ഇങ്ങനെ ഒരു ബില്ല് എത്തി എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. ആ ഇൻവോയ്സ് റെഫറൻസ് നമ്പർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഞാനിപ്പം നമ്മൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ്. സപ്ലയറുടെ GST നമ്പർ, ആ സാമ്പത്തിക വർഷം, അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് ടൈപ്പ്, അത് ഡെബിറ്റ് നോട്ടാണോ ക്രെഡിറ്റ് നോട്ടാണോ എക്സ്പോർട്ട് ഇൻവോയ്സ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് അതിനെ ബേസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് നമ്പർ, ബേസിക്കലി ഇൻവോയ്സ് നമ്പർ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ റെഫറൻസ് നമ്പർ ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആ തരത്തിലുള്ള ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം തീർച്ചയായിട്ടും നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കണം. കാരണം ഗവൺമെൻറ്റിൻ്റെ പോർട്ടലിലേക്ക് ഡേറ്റ അവർക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു സ്മൂത്ത്നെസ്, വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉള്ളൊരു സംവിധാനം തീർച്ചയായിട്ടും വേണം. മറ്റൊന്ന് QR കോഡാണ്. തീർച്ചയായിട്ടും ഈ ഇൻവോയ്സിങ്ങിൻ്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് ആണ് QR കോഡ്. സോ നമുക്ക് QR കോഡ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും ഇൻവോയ്സസുകളിൽ ഇത് പ്രിൻ്റ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുവാനുള്ളൊരു കേപ്പബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതാണ് മറ്റൊരു മാറ്റം. വേറൊന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇപ്പോൾ മാൻഡേറ്ററി അല്ല, എന്നിരുന്നാലും അത് കൊടുക്കാനുള്ളൊരു സൗകര്യം ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഓതറൈസേഷൻ, അതൊക്കെ പ്രിൻ്റ് ചെയ്ത് ഈ ബില്ലിലൂടെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഉള്ള സൗകര്യം. അപ്പം ഉദാഹരണമായിട്ട് നമുക്ക് ഇപ്പോൾ QR കോഡ് കിട്ടുകയാണെങ്കിൽ അതൊരു ഓതറൈസേഷൻ തന്നെയാണ്. സോ അത് പ്രിൻ്റ് ചെയ്യാനുള്ള സംവിധാനം ഓൾറെഡി ഉണ്ട്. ഇനി നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചറും കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ അത് ആവശ്യം വരുന്നതാണ്. സോ അതിനുള്ളൊരു സൗകര്യം കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. മറ്റൊരു മാറ്റം ഡേറ്റ എക്സ്ചേഞ്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ അതിൻ്റെ ടെക്നോളജിയിൽ കണ്ടു, ഡേറ്റ ഇൻ്റർചേഞ്ച് നടക്കുന്നത് അറ്റ്ലീസ്റ്റ് മിനിമം 4 സോഫ്റ്റ്വെയറുകൾ, ഞാൻ സോഫ്റ്റ്വെയർ നിങ്ങോട്ട് പറയുകയാണ്, അതിന് ആപ്ലിക്കേഷൻസാണ്. 4 ആപ്ലിക്കേഷൻസ് മിനിമം അതിനകത്തുണ്ട്. നിങ്ങളുടെ സോഫ്റ്റ്വെയർ, GST സുവിധ പ്രൊവൈഡർ, അതുപോലെ തന്നെ ഇൻവോയ്സ് പോർട്ടൽ, GSTN, ഇ-വേ ബിൽ ഉണ്ടെങ്കിൽ ഇ-വേ ബിൽ. ഭാവിയിൽ അത് ഇൻകം ടാക്സ് പോലുള്ള മറ്റ് സ്റ്റാറ്റ്യൂട്ടറി പാർട്ടുകളിലേക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 4 സോഫ്റ്റ്വെയറെങ്കിലും മിനിമം ഇതിനകത്ത് എൻഗേജ്ഡ് ആണ് ഇപ്പോൾ. അപ്പോൾ ഈ
സോഫ്റ്റ്വെയറുകളിൽ പരസ്പരം ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി, അതിൻ്റെ ഇനിഷ്യേഷൻ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക്സ് ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്നാണ്. അപ്പോൾ അത്രയും എക്യുപ്ഡായിട്ട് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി വേണം. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് കയറാനുള്ള ഓതൻറ്റിക്കേഷൻ, ഈ പോർട്ടലിലേക്ക് സൈറ്റിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓതൻറ്റിക്കേഷൻ, ഇപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ അത് അത്യാവശ്യമാണ്. അതിനുള്ളൊരു കേപ്പബിലിറ്റി, IRN ജനറേറ്റ് ചെയ്യാൻ, ക്യാൻസൽ ചെയ്യാൻ, ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനുള്ള സംവിധാനം, GST ഡീറ്റെയിൽസ് കിട്ടാനുള്ള സംവിധാനം, ഇങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഈ പറഞ്ഞ സംവിധാനങ്ങൾ, ഡേറ്റ ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ള ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള സകല സൗകര്യങ്ങളും തീർച്ചയായിട്ടും വേണം. കാരണം ഡേറ്റ ഇൻ്റർചേഞ്ച് വളരെ സ്മൂത്തായിട്ട് നടക്കുന്ന സാഹചര്യമാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടാൻ നമ്മുടെ സോഫ്റ്റ്വെയർ പര്യാപ്തമായിരിക്കും. മറ്റൊരു മാറ്റം അമെൻമെൻറ്റ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം. ട്രാക്ക് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല, അമെൻമെൻറ്റ്സ്. ഇപ്പം GST നിങ്ങൾ 2017 മുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ആൾക്ക് ഈ മാറ്റങ്ങളെ യഥാസമയത്തിന് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് എത്തിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, കുറേ കാലം കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് പോകരുത്. പിന്നെ അതുപോലെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. നമുക്ക് ഓരോ മാറ്റം വരുമ്പോഴും ഒരുപാട് കാശ് കൊടുത്തത് ഓൾട്ടർ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നഷ്ടം സംഭവിക്കും. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ പ്രൊവൈഡർ അയാൾക്ക് കൃത്യമായിട്ട് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാനും അയാളുടെ സോഫ്റ്റ്വെയറിൽ അത് കൊണ്ടുവരുവാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ പിന്നീട് സ്ട്രഗിൾ ചെയ്യും. സോ തീർച്ചയായിട്ടും അമെൻമെൻറ്റുകൾ വരും എന്നുള്ളത് ഉറപ്പാണ്. ആ അമെൻമെൻറ്റുകളെ കൃത്യതയോടെ കൃത്യസമയത്ത് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് എത്തിക്കുവാനുള്ളൊരു കേപ്പബിലിറ്റി തീർച്ചയായിട്ടും നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുണ്ടോ, നിങ്ങളുടെ സോഫ്റ്റ്വെയറിന് അതുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. മറ്റൊന്ന് ഇ-വേ ബില്ല്. ഇപ്പം ഞാൻ കൂട്ടത്തിലങ്ങ് പറഞ്ഞു എന്നുള്ളൂ. ഇ-വേ ബില്ലും കൂടി ചിലപ്പോൾ ജനറേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അങ്ങനെയുള്ള അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിന് സെപ്പറേറ്റ് ഇ-വേ ബിൽ പോർട്ടലിൽ പോയി ഇ-വേ ബിൽ എടുക്കാം. എന്നിരുന്നാലും അതൊരു ഇരട്ടി ജോലിയാണ്. അതിന് പകരം ഈ ഇൻവോയ്സിങ് ചെയ്യുമ്പോൾ തന്നെ സെയിം ഇൻഫർമേഷൻ തന്നെയാണല്ലോ 40% ഇ-വേ ബില്ലിനും ആവശ്യമുള്ളത്. അപ്പം ഈ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വളരെയധികം എഫക്റ്റീവാണ്. സോ തീർച്ചയായിട്ടും അത്തരത്തിൽ ഈ ഇൻവോയ്സിനും ഇ-വേ ബില്ലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള സാഹചര്യത്തിൽ നമുക്കൊരു സൗകര്യം കൂടി വേണം. ഇ-വേ ബില്ലും കൂടി സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം കൂടി നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരുപാട് സമയം കൺസ്യൂം ചെയ്യും. വേറെ മാറി ഇൻഫർമേഷൻ യൂസേഴ്സ് ഈ ഇൻവോയ്സ് പോർട്ടലിൽ ഇ-വേ ബിൽ പോർട്ടലിൽ പോയി ഈ ബില്ല് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അതും സമയമെടുക്കും. സോ അങ്ങനെ ഒരു സംവിധാനം തീർച്ചയായിട്ടും വേണം. മറ്റൊന്ന് MIS റിപ്പോർട്ട്. എത്ര ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തു, എത്ര എണ്ണം ക്യാൻസൽ ചെയ്തു, എത്ര എണ്ണത്തിനകത്ത് റിജക്റ്റ് ചെയ്താലുള്ള റീസൺ എന്തൊക്കെയാണ്, ഏതൊക്കെ ഇൻവോയ്സസുകളാണ് നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ നിന്നല്ലാതെ എക്സ്റ്റേണൽ സോഴ്സിലൂടെ, അതായത് ഡയറക്റ്റ് ചെയ്യാം, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം, SMS അത് ഉപയോഗിച്ചിട്ട് ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള സംവിധാനത്തിലൂടെ ഒക്കെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഇൻവോയ്സസുകൾ എത്രയാണ്, ഏതെങ്കിലും ഇൻവോയ്സസുകളുടെ ഇൻഫർമേഷൻസ് കിട്ടാനുണ്ട്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ആവശ്യം വരും. ആ റിപ്പോർട്ടുകളൊക്കെ കൃത്യതയോടെ തരാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമാണ്. കാരണം വളരെ ടൈംലി ആയിട്ട് എല്ലാ ബിസിനസ്സുകാരും ഇതിലോട് ഒരുപാട് എൻഗേജ് ചെയ്യുന്ന സമയം വരും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് റിപ്പോർട്ട് എടുത്ത് കൊടുക്കാനുള്ള സംവിധാനം തീർച്ചയായിട്ടും നമ്മുടെ സോഫ്റ്റ്വെയറുണ്ട്. സോ ഇതാണ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സോഫ്റ്റ്വെയറിൽ വരുത്തേണ്ട ഏകദേശ മാറ്റങ്ങൾ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾ കൂടുതലുള്ളത്. അപ്പം ഞാനത് കൂടുതൽ അതിലേക്ക് വരുന്നില്ല. എങ്കിലും ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിരിക്കും. മറ്റൊരു മാറ്റത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആണ്. അതൊരു വലിയൊരു പാർട്ടാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അല്ല. എന്നിരുന്നാലും ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം Windows 7 അല്ലെങ്കിൽ അതിന് ശേഷമുള്ള മിനിമം Windows 7 എങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഒരു 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. കാരണം സ്പീഡിൽ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ, ഡേറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്കാണുള്ളത്. ഇതിങ്ങനെ മാറ്റണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടു കാണും ഇതിൻ്റെ ടെക്നോളജി. ആ ടെക്നോളജി ഡേറ്റ ഇൻ്റർചേഞ്ച് ആണ്. സോഫ്റ്റ്വെയറുകൾ വളരെ കേപ്പബിൾ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹാർഡ്വെയർ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്മൂത്തായിട്ട്, സ്പീഡിൽ, സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഡേറ്റ ഇൻ്റർചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളിലായിരിക്കും ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ആണെങ്കിലും
പോർട്ടലുകളാണെങ്കിലും സോഫ്റ്റ്വെയറുകളൊക്കെ ആണെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. സോ അത്തരത്തിലുള്ള പുതിയ സോഫ്റ്റ്വെയറുകളെ ഉൾക്കൊണ്ട് സ്പീഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി തീർച്ചയായിട്ടും നമ്മുടെ ഹാർഡ്വെയറിനുണ്ടായിരിക്കണം. നമ്മളൊരു പഴയ കമ്പ്യൂട്ടറും കൊണ്ട് ഈ ഒരു സംവിധാനത്തിൽ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് ആയുധമില്ലാതെ യുദ്ധത്തിന് പോയ ഒരു പടയാളിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്പ്യൂട്ടർ അറ്റ്ലീസ്റ്റ് വിൻഡോസ് 7 അതും 64 ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ നല്ലത്. അത് മിനിമം റിക്വയർമെൻ്റ് ആണ്. അതിൽ കൂടുതലാണ് എപ്പോഴും നല്ലത്. പിന്നെ അതുപോലെ തന്നെ മെമ്മറിയുടെ കേസിൽ റാൻഡം ആക്സസ് റാമിൻ്റെ കേസിൽ ഒരു 4 GB എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് SSD ഹാർഡ് ഡിസ്ക് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇവിടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പലർക്കും ആവശ്യമില്ല എങ്കിലും പലരും പഴയ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതൊന്ന് മാറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻവോയ്സ് എടുക്കാൻ കുറച്ച് സമയമെടുക്കും. സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ കറങ്ങി സ്ലോ ആയിട്ട് നിൽക്കും. അത് സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നം ആയിരിക്കില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഹാർഡ്വെയർ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും അതും സ്ലോ ആവാനുള്ള സാധ്യത. സോ ഹാർഡ്വെയറിലുള്ള മാറ്റം തീർച്ചയായിട്ടും എഫക്റ്റീവ്. നിങ്ങളത് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊന്ന്, ബിസിനസ് പ്രോസസ്സുകളിൽ ഒരുപാട് ഇമ്പാക്റ്റ് വരും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മാറേണ്ടതായിട്ടുള്ള നമ്മുടെ സ്വഭാവ രീതികളിൽ ഒക്കെ മാറ്റം വരുത്തേണ്ട സാഹചര്യങ്ങൾ വരും ബിസിനസ് ചെയ്യുന്ന പ്രോസസ്സുകളിലൊക്കെ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ഒരു റീസണായിട്ട് വരുന്നത് ഓട്ടോമേഷനാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മളൊരു ബില്ല് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ബില്ല് അപ്ലോഡ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന സപ്ലയറുടെ GSTR1 ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. പിന്നെ ഇനിയും B2B ഇൻവോയ്സസുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഇൻവോയ്സ് ചെയ്തതുകൊണ്ട് തന്നെ GSTR1 കാണിക്കേണ്ട, സെപ്പറേറ്റ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഇൻവോയ്സസുകളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അത് ഓട്ടോമൈസേഷനാണ്. അങ്ങനെ ഒരു ബില്ല് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ട് പോയ കസ്റ്റമർക്ക് അയാളുടെ GSTR 2Aയിലും 2Bയിലും വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് എഫക്റ്റ് ചെയ്യും. ഇതുപോലെ മറ്റു മേഖലകളിലൊക്കെ ഓട്ടോമേഷൻ വരും. സോ ഓട്ടോമേഷൻ വരുമ്പം എന്താണ് സംഭവിക്കുക? നമ്മൾ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ വളരെയധികം ബാക്കിലേക്ക് പോകും. സോ ഓട്ടോമേഷൻ്റെ എഫക്റ്റ് കൊണ്ട് തന്നെ വളരെ സുഗമമായിട്ട് ഇൻപുട്ട് ടാക്സിൻ്റെ വേരിഫിക്കേഷൻ നടക്കും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇൻപുട്ട് ടാക്സ് എടുക്കാൻ. കൃത്യമായിട്ട് അളവിലായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ഇൻപുട്ട് ടാക്സ് എടുക്കുന്നത്. ചിലപ്പോൾ കൂടുതലെടുക്കും, ചിലപ്പോൾ കുറവെടുക്കും, അല്ലെങ്കിൽ എത്ര എമൗണ്ടെന്ന് ചിലപ്പം കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ എത്രയാണെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിഹാരം. കാരണം സപ്ലയർ കൃത്യസമയത്ത് തന്നെ ഈ ഇൻവോയ്സ് 3 ദിവസത്തിനുള്ളിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആ 3 ദിവസത്തിനുള്ളിൽ എന്തായാലും ഈ ഇൻവോയ്സ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ B2B ഇൻവോയ്സസുകളൊക്കെ വളരെ പ്രോപ്പറായിട്ട് ട്രാക്കായിട്ട് എവിടേക്ക് എത്തും? GST സിസ്റ്റത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം നമുക്ക് ലഭ്യമാകുന്ന ഇൻപുട്ടുകളെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരും. നല്ലൊരു മാറ്റമാണ്. ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേരിഫിക്കേഷൻ പ്രോസസ്സ്, ഇത് പലതരത്തിലുള്ള വേരിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് GST റിപ്പോർട്ടുകൾ വെരിഫൈ ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് സ്മൂത്തായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേരിഫിക്കേഷൻ പ്രോസസ്സ്, ഇപ്പോൾ ഒരാൾക്ക് ഒരു ബില്ലിൻ്റെ ജെനുവിനിറ്റിയിൽ സംശയമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ബില്ല് തന്നു, നമ്മുടെ സപ്ലയർ ഈ ബില്ല് തന്നെയാണോ GSTയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പലർക്കും സംശയം വരാറുണ്ട്. അതറിയാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കേസിൽ നോക്കി, നമുക്കൊരു ബില്ല് ഒരു സപ്ലയർ തന്നു. നമുക്ക് ആ ബില്ല് എടുത്തിട്ട് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബില്ല് ഇതേപോലെ തന്നെയാണോ പോർട്ടലിലുള്ളതെന്ന് ഈ ബില്ല് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. സോ വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ബില്ലിൻ്റെ ജെന്യൂനിറ്റി അല്ലെങ്കിൽ ആ ബില്ലിലുള്ള ഇൻഫർമേഷൻസിൻ്റെ ആക്യുറസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒരു ബില്ല് ഇഷ്യൂ ചെയ്താൽ സപ്ലയർക്ക് പിന്നീട് അത് തിരുത്താൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പം തീർച്ചയായിട്ടും വേരിഫിക്കേഷൻ പ്രോസസ്സ്, അപ്പോൾ ഇതുപോലുള്ള വേരിഫിക്കേഷൻ പ്രോസസ്സുകൾ വളരെ എളുപ്പം ഈസി ആക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ബില്ല് ഇഷ്യൂ ചെയ്യുന്ന ആൾ അത്രയും ശ്രദ്ധയോടെ, ഒരു തെറ്റുണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ് റിലേഷൻഷിപ്പിനെ തന്നെ ബാധിക്കും. സോ പ്രോസസ്സിൽ മാറ്റം വരുത്തണം, ശ്രദ്ധയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വരും. വേരിഫിക്കേഷൻ ഈസിയായി. അതുപോലെ തന്നെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സാധനം മേടിച്ചുകൊണ്ട് ആൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബില്ല് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ QR കോഡ് ഇല്ലെങ്കിൽ ബില്ല് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് കുറേ കാലം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാം എന്നുള്ള സാഹചര്യം ഇല്ല. ടൈംലി അപ്ഡേറ്റിംഗ് നിർബന്ധമായി ഈ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരും. ഇന്ന് വരും എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കൃത്യതയോടെ കൃത്യസമയത്ത് തന്നെ നമ്മളുടെ B2B ഇൻവോയ്സസ് ഇപ്പോൾ ഫയൽ ചെയ്യണം, ബാക്കിയുള്ളത് പുറമേ വരും. അപ്പം ഈ കൃത്യതയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. കൃത്യമായിട്ട് ഇൻഫർമേഷൻസ്, റിട്ടേണുകൾ, മറ്റ് ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വരും പെട്ടെന്ന്.
മറ്റൊന്ന്, മോഡിഫിക്കേഷൻ്റെ സാധ്യതകൾ വളരെ കുറവാണ്. നമ്മളൊരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോഡിഫൈ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പം ഓൾറെഡി എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പോർട്ടലിലേക്ക് എത്തപ്പെട്ട ബില്ലുകളെ തിരുത്താൻ സാധിക്കില്ല, ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ക്യാൻസലേഷനോ അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഇഷ്യൂ ചെയ്തിട്ടുള്ള തിരുത്തലുകളോ സാധിക്കുകയുള്ളൂ. അതിനും സമയപരിധിയുണ്ട്, വളരെ കുറഞ്ഞ 24 മണിക്കൂറിനൊക്കെ ഉള്ളിൽ അത് തിരുത്തണം. അപ്പം തിരുത്തലുകൾ സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ബില്ലുകൾ കൊടുത്തിരിക്കണം, കൃത്യസമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സിൻ്റെ ഒരു പോർഷൻ, അതായത് B2B ഇൻവോയ്സസുകൾ ലൈവാണ്, അല്ലെങ്കിൽ അത് ഓൺലൈനായി ഗവൺമെൻറ്റിൻ്റെ സൂപ്പർവിഷൻ വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡിഫിക്കേഷൻ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ആ തരത്തിൽ ഇങ്ങനെയാണ് സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കി നമ്മുടെ ബിസിനസ് പ്രോസസ്സുകളിൽ വരുത്താനുള്ള മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തോണം. ഇതിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് 50 കോടിക്ക് മുകളിലുള്ളവർക്കല്ലേ ഒന്നുള്ളൂ, ഞങ്ങൾക്ക് ഒന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. തീർച്ചയായിട്ടും ഒരു 3 മാസത്തിനുള്ളിൽ എല്ലാ ബിസിനസ്സുകാർക്കും ഈ ഇൻവോയ്സിങ് ആപ്ലിക്കബിൾ ആണുള്ള സാധ്യതകളിലേക്ക് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനി മുന്നിലുള്ളത്, അല്ലെങ്കിൽ ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള സമയം എന്ന് പറയുന്നത് ഒരു 3 മാസമാണ്. ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയറുകൾ അപ്ഗ്രേഡ് ചെയ്യുക. ഈ സോഫ്റ്റ്വെയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഹാർഡ്വെയർ സംവിധാനം നമുക്കുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനപ്പോൾ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചൊരു പരിചയം നമുക്ക് വരും. നമുക്കൊരു സാധാരണ ഒരു സോഫ്റ്റ്വെയറിലും കൂടി ഇനി മുന്നോട്ട് പോകാനൊരിക്കലും സാധ്യമില്ല. സോ തീർച്ചയായിട്ടും ബിസിനസ് പ്രോസസ്സുകളിൽ ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഇത് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം ഞാൻ നോക്കിയതിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് ടാലി പ്രൈം. ടാലി ERP-നെയാണ് അവർ നിർത്താനുള്ളൊരു പ്രധാനപ്പെട്ട റീസണും ഇത് തന്നെയാണ്. കാരണം പുതിയൊരു ടെക്നോളജി ഉണ്ട്. അപ്പോൾ ആ ഒരു ടെക്നോളജിക്ക് സ്യൂട്ടബിൾ ആവുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പം ടാലി ERP-9 പകരം അവർ പുതിയൊരു സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്തതാണ് ടാലി പ്രൈം. പക്ഷേ ടാലി ERP-9 ഫങ്ഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പ്രൈമും വർക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ടെക്നോളജി എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡേറ്റ ഇൻ്റർചേഞ്ച് ഒക്കെ വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ ടാലി ERP-9 പകരം പ്രൈം വന്നതുകൊണ്ട് പ്രൈമിലൂടെ സാധിക്കും. അപ്പം ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ടാണ് പ്രൈം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഗവൺമെൻറ് ഇത്രയും മാറ്റം വരുത്തിയപ്പം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ ടാലി എന്ത് ചെയ്തു, അവരും പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു. അത് നോക്കിയപ്പം വളരെ സ്മൂത്തായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ടാലിയിലുണ്ട്. ടാലിയിൽ ഇൻവോയ്സിങ്ങിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അവർ റിലീസ് 1.1 ശേഷമുള്ള റിലീസുകളാണ്, അല്ലെങ്കിൽ റിലീസ് 1.1 അതിനുശേഷം വന്ന റിലീസുകളും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവോയ്സ് ചെയ്യാം. അത് കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് ടാലിയിൽ ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻറ്റയർ പ്രോസസ്സ് നിങ്ങൾക്ക് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ, ക്യാൻസൽ ചെയ്യാൻ, അപ്ലോഡ് ചെയ്യാൻ, ഇൻഫർമേഷൻസ് കിട്ടാൻ, റിമൂവ് ചെയ്യാൻ, ഇങ്ങനെ എൻറ്റയർ പ്രോസസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാലിയിലൂടെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ വേറെ ഒരു സെക്കൻഡറി ഓപ്ഷൻസ് ഉപയോഗിക്കേണ്ട. മറ്റൊരു കാര്യം, ഈ ഇൻവോയ്സ് ഒരു ബില്ല് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യം ടാലിയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൾക്കായിട്ട് ഒരു 10 ഇൻവോയ്സ് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യണം, അതിനും സൗകര്യമുണ്ട്. ഇനി ആ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 5 എണ്ണം സെലക്ട് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. സോ ആ ഒരു ഫ്ലെക്സിബിലിറ്റി അവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ വേ ബില്ലും ജനറേറ്റ് ചെയ്യാം. ഈ ഇൻവോയ്സിങ്ങിൻ്റെ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യങ്ങളും ഈ വേ ബില്ലിന് എമർജൻസി ആയിട്ട് വേണ്ട ഇൻഫർമേഷൻസ് കൊടുത്ത് ബാക്കി ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഒരുമിച്ച് വേ ബില്ലും ജനറേറ്റ് ചെയ്യാം. വേറെ പോർട്ടലിൽ പോയി സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ പ്രിവ്യൂ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണും. അലേർട്ടുകളുണ്ട്, തെറ്റ് വന്നാൽ അത് കണ്ടുപിടിക്കാനുള്ള അലേർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് എക്സ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ടാലിയിൽ നിന്ന് തന്നെ നിങ്ങൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യേണ്ട മറ്റ് സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ടാലിയിൽ നിന്ന് ഒരു ബില്ല് ഒരു JSON ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ ഓഫ്ലൈൻ യൂട്ടിലിറ്റിയിലോ അല്ലെ മറ്റ് സോഫ്റ്റ്വെയറുകളിൽ ഈ JSON ഫയൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് സംവിധാനങ്ങളിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് മറ്റ് രീതികളിലൂടെ ഈ ഇൻവോയ്സ് ജനറേറ്റാനുള്ള ഫ്ലെക്സിബിലിറ്റി അവർ ടാലി പ്രൈമിലൂടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ MIS റിപ്പോർട്ട് എത്ര എണ്ണം ജനറേറ്റ് ചെയ്തു, എത്ര എണ്ണം ക്യാൻസൽ ചെയ്തു, IRN ജനറേറ്റ് ചെയ്തതിൻ്റെ ലിസ്റ്റ്, ക്യാൻസൽ ചെയ്തതിൻ്റെ റീസൺസ്, റിജക്റ്റ് ചെയ്തതിൻ്റെ റീസൺസ്, ഇങ്ങനെ നമുക്ക് ഒരു MIS റിപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ QR കോഡ് പ്രിൻ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ടാലിയിലുണ്ട്. സോ തീർച്ചയായിട്ടും ടാലി പ്രൈം നോക്കിയപ്പോഴാണ് ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയറിലും ഈ പറഞ്ഞ സംവിധാനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇൻവോയ്സിങ്ങിനെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും, വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. സോ പുതിയൊരു കാലഘട്ടത്തിൽ ടെക്നോളജിയാണ്. വരും കാലഘട്ടത്തിൽ നമ്മുടെ അക്കൗണ്ട്സ് ഓൺലൈൻ ആവും. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒരു നോട്ടം, ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾസ് ഇല്ല എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളിലും അല്ലെങ്കിൽ സകല കാര്യങ്ങളും ഗവൺമെൻറ്റിന് വളരെ ഈസി ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ രാജ്യത്ത് അക്കൗണ്ടിങ് സിസ്റ്റം പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. സോ തീർച്ചയായിട്ടും നമ്മൾ അതിനായിട്ട് എക്യുപ്ഡ് ആയിരിക്കുക. നമ്മുടെ ബിസിനസ്സുകളെ, നമ്മുടെ ബിസിനസ് പ്രോസസ്സുകളെ, നമ്മുടെ സ്ഥാപനത്തിലെ ജോലിക്കാരുടെ രീതികൾ എല്ലാം നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും മാറ്റം വരുത്തുക, നമ്മൾ തന്നെ സ്വയം മാറുക. നിങ്ങളുടെ സോഫ്റ്റ്വെയറുകളിലും ഹാർഡ്വെയറുകളിലും ആവശ്യമായ ചേഞ്ചസ് വരുത്തുക, എഫക്റ്റീവായിട്ട് ഈ ഇൻവോയ്സിനെ നേരിടുക. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുമ്പോൾ ആവശ്യത്തിന് അനുസരിച്ച് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.